ബെറ്റർ ഗ്യാങ്ങിൽ കയറിയതല്ലേ എന്ന് പറയുന്ന ആൾക്കാർ പറയാനുള്ള ഉത്തരം പറയും. എന്തുകൊണ്ട്? അതായത് ഇപ്പോൾ കൊച്ചാപ്പി ഇതിനു മുന്നേ കയറിയിട്ടുണ്ട്. അവനേക്കാളും ഗൺ പവർ ഉള്ള ഒരാളാണ് കൊച്ചാപ്പി. എൻ്റെ ഒരു ഇത് ശരിയാണല്ലോ. അതായത് ഗൺ പവർ കേസിലാണ് കൊച്ചാപ്പി അടിപൊളി ഗൺ പവർ ആണ് മാലിക്കിനേക്കാൾ. സ്റ്റിൽ നമുക്ക് ആ ഒരു പ്ലെയർ പോയി. നമ്മൾ ഇതേപോലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാർ പബ്ലിക്കായിട്ട് വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും അവൻ മസിക്കറി അവന് ശരിയല്ല കമ്മിറ്റ്മെന്റ് ഇല്ല അങ്ങനെ പറഞ്ഞിട്ടോ. എന്റെ കാര്യം അങ്ങനെ പറഞ്ഞു പറയാം. അവർക്കൊന്നും ഇല്ലാത്ത ഹീറ്റ് എന്തുകൊണ്ട് മാലിക്കിന് കിട്ടുന്നു, അല്ലെങ്കിൽ മാലിക്കിന് എന്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള ഫാൻസ് ആണെങ്കിൽ എന്തുകൊണ്ട് മാലിക്കിന് ഇത്രയും ഹീറ്റ് കൊണ്ട് അവരുടെ ദേഷ്യം അല്ലെങ്കിൽ അവരത് അതിന്റെ ലൈവ് അല്ലെങ്കിൽ അവിടെ ബാക്കിയോട് പോയി കാണിക്കുന്നുണ്ട്. കാസ്ട്രോക്ക് നമ്മളോടല്ലടാ പ്രശ്നം, മാലിക്കിനാ പറയുന്നത്. മനസ്സിലാവോ? നമ്മളെയോ എംആർജിനൊന്നും പറയുന്നില്ലല്ലോ. എന്തുകൊണ്ട് ഈ പറയുന്നത് ഞാൻ അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായ കാര്യം എന്റെ പെർസ്പെക്ടീവ്, എന്റെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞാൽ ഈ ഒരു സംഭവം മാലിക്ക് ഗ്യാങ്ങിൽ നിന്ന് കീഴിൽ ഇറങ്ങി എന്ന് പറഞ്ഞ് ഞാൻ ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് ഉണ്ട്. ഗ്യാങ്ങിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ലീഡേഴ്സ് ആൻഡ് ലീഡേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ലീഡേഴ്സ് ആൻഡ് ലീഡേഴ്സ് പറഞ്ഞത് ഞാൻ കണ്ടപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് ഒരു പുതുമ തോന്നില്ല. കാരണം ഓൾറെഡി നമ്മുടെ ഗ്യാങ്ങിൽ കുറെ പേര് പല ടൈമിലേക്ക് പോയിട്ടുണ്ട്. സോ അങ്ങനെ ഒരാളെ പോയി, അതിൽ കൂട്ടത്തിൽ ഒരാളെ പോയി, അത്രയ്ക്ക് തോന്നിയുള്ളൂ. സോ അതിൽ ഞാനൊരു ഞെട്ടാനോ അല്ലെങ്കിൽ ഒരു സംഭവിച്ചോ ആരോ കാസ്ട്രോന്റെ ചാറ്റിൽ പോയിട്ട് സൂപ്പർ ചാറ്റ് ചെയ്ത് 100 രൂപ എനിക്ക് തോന്നില്ല. പക്ഷേ ഞാൻ അപ്പം മൈൻഡ് ഉണ്ടായിരുന്നില്ല. അതായത് എന്റെ ഞാൻ ഈ മാലിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ കേട്ട എന്താണെന്നോ ഇതാണെന്ന് എനിക്കറിയില്ല. എനിക്കറിയുന്ന വെച്ചിട്ട് കാസ്ട്രോക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. കാസ്ട്രോ എന്ന് പറഞ്ഞാൽ പണ്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ആളാണ്. ഞാൻ പണ്ട് എൻ്റെ സ്ട്രീമിംഗ് സെറ്റപ്പ് എല്ലാം പോലീസ് കൊണ്ടുപോയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ 2-3 ലക്ഷം റുപ്യ വിലയുള്ള സാധനം ലാപ്ടോപ്പ് എനിക്ക് അപ്പം അയച്ചു തന്നു. 2 ആഴ്ചത്തേക്ക് ആണെങ്കിൽ പോലും അതെനിക്ക് തന്നതാവും. മനസ്സിലാവും. അപ്പൊ 100 രൂപയ്ക്ക് വേണ്ടിട്ട് ഓരങ്ങനെ കണക്ക് പറയാൻ എനിക്ക് തോന്നില്ല. അത് നിങ്ങൾ അതെ, ഇതെന്താ വെച്ചാല് ഇവൻ പൈസക്ക് ഇവന് അത്ര പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പം ഇവന് പൈസക്ക് പ്രശ്നമുണ്ട് എന്നുള്ളത് പൈസക്ക് പ്രശ്നമില്ല പറഞ്ഞപ്പം പണ്ട് ഇപ്പൊ 100 രൂപ ചോദിച്ചത് കാണിച്ചതായിരിക്കും. അങ്ങനെ അവിടെ ഇതിന്റെ പേരിൽ ഹെയ്റ്റ് കൊടുക്കേണ്ട കാര്യത്തിലാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് വിടാ, ഇത് പ്രശ്നമല്ല, ഇത് പ്രശ്നമല്ല. എനിക്ക് ജസ്റ്റ് ഇത് ആരോ ചാറ്റിൽ വന്നിട്ട് പറഞ്ഞു കാസ്ട്രോ മോക്കിംഗ് MRG അങ്ങനെ എന്തോ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നിട്ടും ഞാൻ ഓക്കെ, അതായത് ഒബ്വിയസ്ലി കെവിനേക്കാളും ബെറ്റർ ഗ്യാങ് ആണ് MRC. അതായത് അവൻ അതിലോട്ട് കയറാണെങ്കിൽ അവന്റെ ഒരു വ്യൂഷിപ്പ് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ കരിയർ വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും അവന് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ്. സോ അവൻ അത് അവൻ മീറ്റിംഗ് അല്ലെങ്കിൽ അവന്റെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്, ബെസ്റ്റ് ഓഫർ ആണ്. സോ അവൻ MRC ഓപ്പർച്യൂണിറ്റി അവൻ അത് കയറി പോയി. ഓക്കെ, അത് ഓക്കെ മനസ്സിലാക്കാം. അങ്ങനെ പോയി പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. അതങ്ങനെ അത് ഞാൻ റെസ്പെക്ട് ചെയ്തത്. കാരണം എല്ലാവരും നമ്മൾ യൂട്യൂബ് ചെയ്യുന്നത് അവരുടെ ഒരു കരിയർ ഗ്രോത്തിന് കാര്യങ്ങൾ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ അവനത് പോയി പറയുകയാണെങ്കിൽ അവൻ അങ്ങനെ പോകാൻ വേറെ ലൈഫ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇതുണ്ട്, അപ്പോൾ ബെറ്റർ കരിയർ ഗ്രോത്തും കാര്യങ്ങളും എല്ലാം ആക്കി പോകാൻ പറയുകയാണെങ്കിൽ ഓക്കെ മനസ്സിലാക്കാം. അണ്ടർസ്റ്റാൻഡ് അറ്റ്ലീസ്റ്റ് നമുക്ക് പറയുന്ന കേസിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആണ്. അതായത് അവന്റെ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിൽ ഏതോ ഞാൻ ലൈനൊക്കെ പോയതോ ഇതിൽ എന്നിട്ട് അതിൽ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് സംഭവം വെച്ചാൽ അതിൽ കുറേ മണി എന്നുള്ള ചാനൽ പറഞ്ഞപ്പോൾ അവനൊരു മാസം ഡയലോഗ് തരിക്കുന്നത്. അതായത് എന്തായിരുന്നു ഞാനത് തരാം മിനിറ്റ് വെയിറ്റ്, ഞാനത് ഇതാക്കി തരാം. ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ ലൈവ് കാണിക്കുന്നില്ല, ലൈക്ക് കേൾപ്പിച്ചു തരാം. ആ സംഭവം എവിടെ ഇരുന്നത് ഒരു ഞാൻ ഇതാക്കി അത് കണ്ടപ്പോൾ എനിക്ക് അതെന്തോ എനിക്ക് ബാക്കിയുള്ള വേണ്ടി മാസാക്കാൻ വേണ്ടിയിട്ടാണോ എന്താ കാരണം ഞാൻ കേൾപ്പിച്ചു തരാം. എനിക്ക് പൈസ ഞാനത് എനിക്കെൻ്റെ ആവശ്യമില്ല, മനസ്സിലായില്ലേ? എനിക്ക് പിന്നെ മെയിനായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ് പൈസയുടെ പിന്നാലെ പോയി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പൊന്നു ടീംസേ, എനിക്ക് പൈസയുടെ യാതൊരു കുറവും എൻ്റെ വീട്ടുകാരെനിക്ക് വരുത്തി വെച്ചിട്ടില്ല, മനസ്സിലായി? എനിക്ക് യാതൊരു ബാധ്യതകളും ഇല്ല, യാതൊരു പ്രശ്നങ്ങളും ഇല്ല എനിക്കിവിടെ. എനിക്ക് പൈസയുടെ യാതൊരു ആവശ്യമില്ല, മനസ്സിലായില്ലേ? എനിക്ക് പൈസയുടെ ആവശ്യമില്ല, നിങ്ങളത് മനസ്സിലാക്കി. അപ്പൊ ഭാവിയില് മറിച്ച് ബുട്ട് ക്യാമ്പ് വരുന്നുണ്ടെങ്കിൽ മാലിക്കിന്റെ സാലറി കെട്ടാനാ? പൈസന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ പൈസന്റെ ആവശ്യമില്ല കേട്ടോ. അല്ല, അഥവാ ബുട്ട് ക്യാമ്പിൽ മാലിക്ക് ഇൻക്ലൂഡ് ആകുന്നുണ്ടെങ്കിൽ മാലിക്കിന്റെ സാലറി ഇത് പറയുമ്പോ കളിക്കാൻ പറ്റുന്ന നിങ്ങൾ തെളിയിക്കേ. എനിക്ക് പൈസയുടെ ഒരു ആവശ്യമില്ല. പൈസ കണ്ടിട്ട് എനിക്ക് പോകേണ്ട ആവശ്യം. ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന് ലക്ഷങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അല്ലല്ല, ഗ്യാങ് ഹൗസിന് പണിയാൻ വേണ്ടിട്ട് എത്രയാ? 65,000 70,000 അങ്ങനെ എത്ര? 75 എത്രയാ ശരിക്ക? 65 70 അങ്ങനെ എന്തോ. 80,000 അത് മാലിക്ക സ്പോൺസർ ചെയ്യല്ല, സ്പോൺസർ ചെയ്യല്ല. നമ്മളൊന്നും പൈസ ഇറക്കണ്ടല്ലോ. ഒരു സൈഡ് ഇത് കിട്ടി അവരിങ്ങനെ ഇരിക്കുക. സീരിയസ് തമാശ ഇത് പറഞ്ഞപ്പോൾ അവിടെ ചാറ്റിൽ ഫുള്ള് മാസ്റ്റർ റിച്ച് മാലിക്കല് മാലിക്ക് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ
ഇവരെന്തിനും ഇങ്ങനെ പറഞ്ഞാൽ ഓക്കെ ഇത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഡൗൺ സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ക്യാഷ് മറ്റേ റവന്യൂസ് ആണ് എല്ലാ ദിവസവും ഞാൻ ഡൗൺ സ്റ്റേജിലാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കണമെങ്കിൽ അങ്ങനെ ഓക്കെ. എനിക്ക് ഇപ്പോൾ മാലിക് പറയുകയാണ്, ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ഡൗൺ സ്റ്റേജിലാണ്, അല്ലെങ്കിൽ എനിക്ക് ബെറ്റർ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയി MRC ഒന്നുകൂടി നല്ല രീതിയിൽ ഓഫേഴ്സും അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ബെറ്റർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. സോ അതുകൊണ്ട് ഞാനത് പോയി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അവൻ്റെ ഒരു കരിയറിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന രീതിയിൽ പോയി പറയാം. ഇവന് ഇങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവൻ കുറച്ചാലും മുന്നേ ഗ്രൂപ്പിൽ ഇതേപോലെ ഫുഡ് കഴിക്കാൻ എൻ്റെ പൈസ പോലും ഇല്ല, ആരെങ്കിലും ഫുഡ് കഴിക്കാനുള്ള ഒരു പൈസ അയച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലിട്ട് ഞാനാണ് അവന് ഈ ഇതുണ്ടോ, ഞാനാണ് അവന് പൈസ അയച്ചു കൊടുത്തത്. അത് 100 രൂപ ചെറിയ എമൗണ്ടാണ്, പക്ഷേ ആ 100 പോലും അവനെ എടുക്കാല്ല. ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല, എനിക്ക് ഫുഡ് കഴിക്കാൻ പൈസ തരുമെന്ന് വരെ ചോദിച്ചാണെന്ന് പറഞ്ഞാൽ എനിക്ക് പൈസക്കൊന്നും ഒരു കുറവില്ല, എനിക്ക് ഞാൻ റിച്ച് ആണ്, എനിക്ക് ഒരുപാട് ലക്ഷങ്ങൾ അമ്മാനാടുന്ന ആൾക്കാരാണ്. അവൻ പറഞ്ഞ സംഭവമാണ്. അതായത് എൻ്റെ ഫുഡ് കഴിക്കാൻ പോലും പൈസ ഇല്ല, എനിക്ക് ആരെങ്കിലും ഫുഡ് കഴിക്കാൻ പൈസ അയച്ചു കൊടുത്തിട്ട് ഞാനാണ് അവന് ഗ്രൂപ്പിലോട്ടാണ് ഞാൻ അവന് ക്യാഷ് എടുത്തത്. അതിന് താങ്ക് യു പറഞ്ഞ ചേട്ടാന്ന് പറഞ്ഞ അയച്ചെന്ന് ഇതാണുള്ളത്. അപ്പൊ ഇങ്ങനെ പറയുന്ന ആൾ എന്തിനാണ് ഇതില്ലെങ്കിൽ പിന്നെ വെറുതെ ആൾക്കാരുടെ ഷോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പറയേണ്ട ആവശ്യം, അല്ലെങ്കിൽ എനിക്ക് പൈസ ആവശ്യമില്ല, ഇതില്ല, ഇത് ഇതാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ബ്രോന്റെ കരിയറിനാണ് പോയെങ്കിൽ അത് പറയാം, അത് പറഞ്ഞിട്ട് പൊക്കോ, അല്ലെങ്കിൽ അത് പറയട്ടെ. ഓക്കെ, കെ മെമ്പേഴ്സ് അതിന്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ഇടേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എന്റെ ഒരു കരിയറിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ബെസ്റ്റ് ഓപ്ഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പോയി. ഇനി ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ പറഞ്ഞു വെച്ചാൽ ഇനി അതിൽ കണ്ടു വെച്ചാൽ ഇതേപോലെ ഇപ്പോൾ റൊണാൾഡോ വരെ ഇത് പറഞ്ഞു, അതായത് റൊണാൾഡോ വരെ ക്ലബ്ബ് മാറുന്നുണ്ട്. അപ്പൊ പിന്നെ ഈവൻ ഒരു ഗെയിമിൽ ഒരു ഗ്യാങ് മാറി വെച്ചിട്ട് എന്താ ഇവൻ സൂയല്ലേ, അതറിയില്ല എന്റെ പേരൊക്കെ സൂയി മാലിക്കാണ്. എടാ മാലിക്ക, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. നീ ഇപ്പൊ ഹിറ്റ്മാനോട് പറഞ്ഞ സമയത്ത് നീ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഒരു ഫ്യൂച്ചർ ഉണ്ട്, അത് പോകുന്ന നല്ലതായിരിക്കും എന്നുള്ളത്? നീ ഹിറ്റ്മാനോട് ചോദിക്കട്ടെ, ആ സ്ക്രീൻഷോട്ട് റിയൽ ആണോ? മാലിക് അത് ഒമ്മിക്ക് 10 മാസം 19 മാസം ആണോ? നീ ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലാന്നിട്ടാണ് ചോദിച്ചത് ശരിക്കും? അതെന്താന്നറിയോ, സത്യം പറഞ്ഞാ അത് ക്ലാരിഫൈ ചെയ്യാന്നിട്ടാണ് പറഞ്ഞുതരാം. ഒരു ടൈം ആവുമ്പോ വീട്ടിൽ നിന്ന് ചോദിക്കല് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം പൈസ ഒക്കെ തരണേന്നല്ല, ആ ഒരു നമുക്കൊരു ഫീല് വരില്ലോ, ഒരു ആമ്പിളേരാണ് അറിയാം. അപ്പൊ വീട്ടിൽ നിന്ന് കൊറേ ഒക്കെ ചോദിക്കുമ്പോ നമുക്ക് തന്നെ ഒരു ബാഡാവും. ആ ടൈമില് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ട്, ബുദ്ധിമുട്ടല്ല സത്യം പറഞ്ഞ, ആ ടൈമില് നമ്മള് ചോദിക്കും. ഒട്ടുമില്ലാണ്ടായപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. മനസ്സിലായി. പിന്നെ ഞാൻ മറ്റേ കാര്യം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തില് അവരുടെ പറച്ചിലായിട്ടൊരു മാതിരി ദരിദ്രനാണെന്നുള്ള സംസാരത്തിന്റെ ഇതിനെ മാത്രം സംസാരിച്ചാണ്. അല്ലാത്ത എനിക്കത് ഞാനത് ഒരാളെ മോക്ക് ചെയ്ത് പറഞ്ഞല്ല, കെവിനെ മോക്ക് ചെയ്ത് പറഞ്ഞല്ല, ഇതിനെ മോക്ക് ചെയ്ത് പറഞ്ഞല്ല. ഞാൻ എന്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞ, അത് ഞാൻ വ്യൂവേഴ്സിന്റെ അടുത്ത് പറഞ്ഞാണ്. എന്റെ ഇതിലെ അബോധം പറഞ്ഞ ടീംസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യമുള്ളത്, അല്ലാതെ ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ കെവിയുടെ ഒരു നിമിഷം മാസം കയറി പോയാലോ? പുറത്തുവിടല്ലേ തൊപ്പി? അത് നേരെ തിരിച്ചുകൊണ്ട് ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ട് ഇപ്പോഴും എന്റെ വീഡിയോ ഉണ്ട്. ഒരു സമയത്ത് മാക്കിന്റെ അക്കൗണ്ട് ബാലൻസ് 15,000 ഉള്ള സമയത്ത് എന്റെ അക്കൗണ്ട് ബാലൻസ് 10,000 ആയിരുന്നു. അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഇതെല്ലാം ഒരാൾ ഓരോ ടൈം ഡൗൺ ആയിരിക്കും, ചില സമയത്ത് അപ്പാവും ഡൗൺ ആവും. അതെല്ലാം ടൈം